ലീല ടിപ്സ് ആൻഡ് വ്ലോഗ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാനും അച്ചമ്മച്ചിയും അച്ഛയും അമ്മയും കൂടെ കമ്പത്തിന് പോവാ പച്ചക്കറിയൊക്കെ മേടിക്കാൻ. അപ്പൊ സന്ധ്യയായി. ചേട്ടാച്ചൻ ഇന്ന് ജിമ്മിൽ പോണം. അപ്പൊ ഇന്ന് ജിമ്മിൽ പോവാ. ചേട്ടാച്ചൻ ജിമ്മിൽ പോവാ. ഞങ്ങള് കമ്പത്തിന് പച്ചക്കറി മേടിക്കാൻ പോവാ. കുഞ്ഞി എല്ലാം റെഡിയായില്ലേ? ആ പോയേക്കാം. ഏതാണ്ടെല്ലാം പൂട്ടിയൊക്കെ വെക്കുന്നുണ്ട്, അതിനകത്താണ്ട് ഇരിക്കുന്ന പോലെ. അതെ 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 എനിക്ക് അങ്ങോട്ട് പോയിട്ട് എനിക്ക് വേറൊരാളെ കൂടെ കാണാനുണ്ട്. എനിക്ക് ആ പരമുച്ചാട്ടിൻ്റെ അടുത്തൊന്ന് പോകണം. എന്റെ പെടലി തിരികുവല്ല രണ്ട് സൈഡ്. എന്റെ ബലമായ സംശയം അല്ലല്ലേ, എന്റെ ബലമായ സംശയം നീ ഞാൻ കിടന്നു തുടങ്ങിയപ്പോ എന്റെ പെടലിക്ക് വല്ലതും നന്നാണോ? പുള്ളിയുടെ അടുത്തൊന്ന് പോകണോ? എന്റെ പെടലി രണ്ട് സൈഡിലോട്ടും തിരികെ വരുന്നേ, കൈക്കും വേദന. പെടലിന്ന് വിളിക്കാം. അതെ, ഇനി പെടലിന്ന് വിളിക്കേണ്ടി വരും. ഡ്രൈവറെ മാറ്റണോ? എന്നതിനാ? അതെ, അതിലും ഭേദം ഞാൻ ഓടിക്കുന്ന. കേറിക്കോ. ചേട്ടാച്ചൻ പോകുന്നുണ്ട്. അവൻ ജിമ്മിലോട്ട് പോകുന്നു, നമ്മള് കമ്പത്തിനും പോകുന്നു. അപ്പൊ ഇന്നത്തെ അവിടുന്ന് സാധനമൊക്കെ വാങ്ങിക്കുമ്പോൾ അവനുള്ളത് ഇനി പാഴത്തിൽ വാങ്ങിക്കണം. അതെ 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 എന്ന് പറയുമ്പോ നീ ഓർത്ത് ഞാനിപ്പോ അവിടുന്ന് ഞാൻ വാങ്ങിച്ചു തരും. ഓർക്കുമല്ലേ, ഞാൻ വായിപ്പിക്കണം. കിട്ടും കേട്ടോ. അതെ അതെ അതെ. ഓ എന്നത്തിനാ വീട്ടു സാധനമൊക്കെ, നമുക്ക് പച്ചക്കറി പോലെ. ശാന്തിയോട് ചോദിച്ചു. ശാന്തി പോകുന്നുണ്ട്. ഞങ്ങളുടെ മുന്നേ വന്നിട്ട് നീ പോകുന്നില്ലേ? ഞങ്ങൾ അങ്ങോട്ടാ, നീ ഇങ്ങോട്ട് പോകും. നമ്മൾ എങ്ങോട്ട് പോകുന്നെന്ന് അറിയാനായിട്ട് അങ്ങോട്ടാവും നിന്നായിരുന്നു തോന്നുന്നു കേട്ടോ. പോയിട്ടുണ്ട്. നമുക്കും പോയേക്കാം. പോയേക്കാം പോയേക്കാം. റൈഡർ പിള്ളേര് പോകുന്നുണ്ടോ? അതെ അതെ. ചേച്ചിയോട് ചോദിക്കണോ? ഇന്നിപ്പോ നമ്മള് സമയം പോകും കേട്ടോ. ചെല്ലുമ്പം നമ്മള് ഇന്നിപ്പം 5:45 നമ്മൾ ചെല്ലുമ്പോഴത്തേക്കും ചന്തയൊക്കെ അടച്ചു പോകാൻ ചാൻസ് ഉണ്ട്. അതെ കാണും. എന്നാലും എല്ലായിടത്തോടെയും കറങ്ങി വരുമ്പോഴത്തേക്കും ചിലപ്പോ ഇന്ന് സമയം പോകും. ഇതുണ്ടോ ഈ രണ്ട് സൈഡ് കണ്ടോണം. ഇവിടെ അങ്ങോട്ട് തിരിയുമ്പോ പോലെ മഞ്ഞ ചുമലയും കളറ് നല്ല ഇഷ്ടം പോലെ പൂക്കളുണ്ട്. രണ്ട് സൈഡും കണ്ടോ? അടിപൊളി പൂവല്ലേ, നല്ല ഇഷ്ടം പോലെ ഉണ്ട്. അങ്ങോട്ട് ആ സൈഡ് മൊത്തം അതെ. ഇത് നമ്മുടെ അവിടെ ഉണ്ടായിരുന്നു നേരത്തെ നമ്മൾ താമസിക്കുന്ന വീടിന്റെ അവിടെ ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു. ഉണ്ടോ? അടുത്ത വർഷം ആകുമ്പോഴത്തേക്കും ഇഷ്ടം പോലെ നാട്ടിലോട്ട് വെയിലാന്ന് തോന്നുന്നു കണ്ടോ. ഇവിടെ മഴ, ഇവിടെ ഇപ്പം ഇന്നലെ മുതൽ വീണ്ടും ന്യൂനമർദ്ദവും മഴയാ. ഇപ്പൊ എത്ര നാളായി മഴ ഇങ്ങനെ നമ്മളെ വിടാതെ പിന്തുടരാൻ തുടങ്ങിയിട്ട്. അതെ അതെ അതെ. മഴയൊന്ന് മാറിയായിരുന്നെങ്കിൽ രക്ഷപ്പെട്ടേനെ. ഈയിടെ ഇച്ചിരി തെളിവുണ്ടായിരുന്നു, പക്ഷെ തൂടാൻ തുടങ്ങി. അതെ. അങ്ങനെ നമ്മള് കമ്പംമെട്ട് ചെക്ക് പോസ്റ്റ് എത്തി കേട്ടോ. വീട്ടിൽ നിന്ന് ഇറങ്ങിയാൽ കറക്റ്റ് 1.5 കിലോമീറ്റർ ചെക്ക് പോസ്റ്റിലെത്തും. അപ്പൊ ഇത്ര സമയമായതുകൊണ്ട് പണിക്കാർ വണ്ടികളെല്ലാം പോയി. അതെ അതെ. തിരക്കൊക്കെ മാറി. ഇനി നമുക്ക് സുഖമായിട്ട് പോവാം. ഇല്ലെങ്കിൽ ഭയങ്കര തിരക്കാണ് ഈ സമയത്ത്. ഇതുണ്ട്, ഇത് പണിയെല്ലാം കഴിഞ്ഞ് കമ്പത്തിന് പോകാനുള്ള ആൾക്കാർ നിൽക്കുന്ന. ബസ്സിന് പോകാനുള്ളവരാ. അതെ. ഇതുണ്ടോ പച്ചക്കറി കയറി വരുന്നുണ്ടോ? നീ ഇറക്കം ഇറങ്ങി താഴെ ചെന്ന് കഴിഞ്ഞു കഴിഞ്ഞാൽ തമിഴ്നാട് എത്തി. തമിഴ്നാട് ഇവിടെ പോലെ ആയി, ബോർഡർ കഴിഞ്ഞു. തമിഴ്നാടായി അല്ലേ? എന്നാലും അതെന്നാ ഇതാ അല്ല, ഞാൻ വലിയ കാര്യത്തില് തമിഴ്നാട് എത്തുന്നു. തമിഴ്നാട് എത്തുമെന്ന് പറഞ്ഞാൽ ഇവിടെ പോലെ തമിഴ്നാടിന്റെ പ്രദേശമാണ്. അതാ ഞാൻ ഉദ്ദേശിച്ചത്. അങ്ങനെ ഉദ്ദേശിച്ചല്ലേ? ഇവിടുത്തെ റോഡ് എന്തേറെ പ്രാവശ്യം പണിതിട്ടാന്നറിയോ, പിന്നെയും പോയി. ഈ സൈഡിന് എന്തോ ഇതുണ്ടെന്ന് തോന്നുന്നു. ഈ സൈഡിലെ ഇതിലെ വെള്ളം ഒഴുക്കുണ്ട്, അതുകൊണ്ട് എങ്ങനെ പണിതാലും റോഡ് പോകും. ഈ സൈഡ് മാത്രമേ ഉള്ളൂ, ബാക്കിയെല്ലാം നല്ല റോഡാ. നിന്റെ കൂട്ടുകാർ അവിടെ ഇരിപ്പുണ്ട് കണ്ടോ? കണ്ടോ കണ്ടോ? എന്റെ കൂട്ടുകാരൻ. അത് കണ്ടില്ലേ ആ സൈഡിൽ, റോഡിന്റെ സൈഡിൽ ഇരിക്കുന്നുണ്ടോ? കണ്ടോ? അങ്ങനെ നമ്മള് കുഞ്ഞി പറഞ്ഞ പോലെ നമ്മള് തമിഴ്നാട്ടിലെത്തി കേട്ടോ. എല്ലാം കഴിഞ്ഞ് നാട്ടിലെത്തി അല്ലേ?
ഇവിടം തൊട്ടാണ് ശരിക്കും തമിഴ്നാട്. മണ്ടേ വേറെ ആരോ ഉണ്ടാക്കിയതാ. തമിഴ്നാടിന്റെ വനമാണ്. സന്ധ്യ ആയപ്പോഴത്തെ കമ്പം കണ്ടോ? അതെ, അവിടുത്തെ പോലെ മഴയൊന്നുമില്ല ഇവിടെ. എന്തായാലും മഴ അങ്ങനെ നല്ല വെയില് പോലുണ്ട്. വെയിലല്ല എന്നാ മഴയില്ലാത്തൊരു ഇതുപോലെ നല്ല രസമുണ്ട്. തെളിച്ചം. തെളിച്ചം, അത് തന്നെ ഉദ്ദേശിച്ചത്. തെളിച്ചമുണ്ടല്ലേ? തമിഴ്നാട്ടിലെ കേരളത്തിലെ ഭൂപ്രകൃതി രണ്ടും രണ്ടാണ്. നീണ്ട നിവർന്ന് കിടക്കുന്ന കണ്ടോ? എന്നതാടാ, റോഡാണോ? റോഡാണോ എന്നാണോ? അങ്ങോട്ട് നല്ല രസമുണ്ട്. അത് പാടം. പാടം. അത് നല്ല മഞ്ഞ വെളിച്ചവും നല്ല രസമുണ്ടല്ലേ? കണ്ടോ കിടക്കുന്ന നല്ല രസമാണ് കാണാൻ. ഇവിടെ ഒരു കാര്യം, ഇവിടെ ഒരു വീട് വാങ്ങിച്ചത് ഇങ്ങോട്ട് താമസം മാറി. താമസം മാറണ്ട, ഇടയ്ക്ക് വരണോ, ഇല്ലെങ്കിൽ നമ്മള് വന്നപ്പോ ശരിയാവത്തില്ല. ഒരു രസമില്ല അല്ലേ? കഴിഞ്ഞ പ്രാവശ്യം നമ്മള് വന്നപ്പോഴേ ഇവിടെ എല്ലാം കിളച്ചൊരുക്കിയിട്ടിരിക്കുവല്ലായിരുന്നു. ഏതാണ്ട് നട്ടു. ഇപ്പൊ ഏതാണ്ട് പാകി കിളുത്തു. കണ്ടോ, ബൈക്കാലും ഒരു വണ്ടി വലിച്ചോണ്ട് പോകുന്നുണ്ടോ? എന്നാലും ഇവര് അവിടെ എങ്ങനെ ആണെങ്കിൽ നമ്മുടെ അവിടെ ആണെങ്കിൽ അന്നേരം MVD പിടിച്ചകത്തിടും. അതെ, ഇവിടെ പിന്നെ അങ്ങനൊന്നും ഇല്ല. കണ്ടില്ലേ, ഒരു അണ്ടാവുമായിട്ട് ഒരു അമ്മച്ചി പോകുന്നുണ്ടോ? ഉണ്ടാവുമല്ലോ, ഹെൽമെറ്റും ഇല്ല. എത്ര പേർക്ക് വേണേലും പോവുകയും ചെയ്യാം. കുറച്ചുകൂടെ ടൗണിലോട്ട് ചെന്ന് കഴിയുമ്പോ കാണാൻ ലൈസൻസ് ഇല്ല പിള്ളേര് വണ്ടിയൊക്കെ കൊണ്ട് നടക്കുന്നത്. അല്ല, ഒരു ബൈക്ക് 3-4 പേരൊക്കെ അല്ലേ പോകുന്നത്. ഇവിടെ ഒരു വീട് വാങ്ങിക്കണം കേട്ടോ. നിയമം തെറ്റിക്കാനാണോ? അതെ, ഇവിടെ ആവുമ്പോ ഇല്ലല്ലോ. അത് കൊള്ളാം, നല്ല ഐഡിയ കേട്ടോ. കുഞ്ഞു നോക്കുമ്പോ നല്ല രസമാണ്. ഇവിടെ ആവുമ്പോ ഇഷ്ടാനുസരണം കേറി നടക്കാം. ഞാൻ പറഞ്ഞാൽ ശരിയല്ലേ? ഇത് കണ്ടില്ല, 2 പേര് ബൈക്കെ പോന്നു, അവരത് എടുത്തിട്ടില്ല. 3 പേര് പോന്നു, അവർക്കും ഇല്ല. ഇവിടെ എന്നാന്നറിയോ, ഇവിടെ നിയമങ്ങൾ സ്ട്രിക്റ്റ് ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാലും അങ്ങനെ ജനങ്ങളെ കണ്ടമാനം അങ്ങ് ഇഴിയുന്നില്ല. നമുക്കുള്ള ലോഡാണോ പോയത്? നമുക്കുള്ള ലോഡ് പോയിട്ടുണ്ട്. ബൈപ്പാസിലെത്തിയിരിക്കുന്നു. നമ്മൾ ബൈപ്പാസ് ഈ ബൈപ്പാസിൽ നിന്ന് നമുക്ക് ലെഫ്റ്റ് പോണോ റൈറ്റ് പോണോ? നമുക്ക് റൈറ്റ് പോയിട്ടേ അവിടെ ഒരു ഇരുമ്പ് കടയുണ്ട്, അവിടെ കയറണം. അവിടെ നിന്ന് ഇച്ചിരി ഇരുമ്പ് സാധനം വാങ്ങിക്കാനുണ്ട്. അത് വാങ്ങിച്ചിട്ട് നമുക്ക്. എനിക്ക് എന്നെ അറിയത്തില്ല, ഈ നല്ല രസമാണ് എന്നെ മനസ്സിൽ ഈ തമിഴ്നാട് കാണാൻ. അതെ അല്ലേ? തമിഴ്നാട് കാണാൻ എല്ലാവരും നല്ല രസമാണ്. കണ്ടോ റോഡും എന്നെ ഒന്നും പറയാൻ അറിയത്തില്ല. നേരത്തെയൊക്കെ നമ്മൾ കമ്പം വരുമ്പോഴേ കുറെ നാളുകൾക്കൊക്കെ മുന്നേ വരുമ്പം ഇന്ന് ഇത്രയും വികസനമൊന്നും ആയിട്ടില്ല ഇവിടെ. അന്നേരം ഈ ബൈപ്പാസ് ഒന്നും വന്നിട്ടില്ല. അതുപോലെ തന്നെ കമ്പം ടൗണിൽ കൂടെ ആണ് എല്ലായിടത്തോട്ടുമുള്ള വണ്ടികൾ ടൗണിൽ വന്നിട്ടാണ് പാസ്സായി പോകുന്നത്. അപ്പോൾ ടൗണെല്ലാം ഒഴിവായി പോയി. ഇപ്പം ബൈപ്പാസ് റോഡായി മൊത്തം. ഇത് കണ്ടോ, ഒരു ആടിനെ കൊണ്ടുവന്നുണ്ടോ? കണ്ടോ, അങ്ങനുണ്ട്. കുഞ്ഞി പയറ് കിളുത്ത് നിൽക്കുന്നുണ്ടോടാ? ഇത് കണ്ടോ, അടുത്ത ഒരാട് കണ്ടോ. ഞാൻ സ്പെഷ്യൽ ആടുകളാണ് കേട്ടോ. ഇവരെ ആ സൈസ് ആടുകളെയൊക്കെ ഉണ്ടല്ലോ, ഓരോ മത്സരത്തിനൊക്കെ വേണ്ടിയിട്ട് വളർത്തുന്ന, അതിനൊക്കെ നല്ല വിലയുള്ള ആടുകളാണ്. എനിക്ക് കണ്ടിട്ട് മറ്റേ ജിമ്മിലൊക്കെ പോകുന്ന കൂട്ട് മസിലുള്ള ആടൊക്കെ അതാ പറഞ്ഞ്, അതുപോലെയുള്ള ആടുകളൊക്കെ അവർ മത്സരത്തിന് വേണ്ടി വളർത്തുന്ന. ഇഷ്ടം പോലെ ഉണ്ട്. പേര, പുളി, എല്ലാ സാധനങ്ങളും ഉണ്ട്. മാവെല്ലാം പൂത്തേ. കൃഷിയിൽ രാജാക്കന്മാരാണ് അവര്. കൃഷിയിൽ അങ്ങനെ നമ്മൾ ബൈപ്പാസിൽ നിന്ന് തിരിഞ്ഞു കേട്ടോ. ബൈപ്പാസിൽ നിന്ന് തിരിഞ്ഞ് നമ്മൾ ഓൾഡ് കമ്പം റോഡ്, കമ്പം ടൗണിലേക്കുള്ള പഴയ വഴി. നേരത്തെ ഇതിലായിരുന്നു കേട്ടോ എല്ലാ വണ്ടികളും പോയിക്കൊണ്ടിരുന്നത്. സ്ട്രെയിറ്റ് റോഡ് അവിടുന്ന് വന്നോണ്ട് ഇപ്പൊ എല്ലാ വണ്ടികളും, വലിയ വണ്ടികൾ, വാഹനങ്ങളൊക്കെ ടൗണിൽ കയറണ്ടാത്തൊക്കെ അതുവഴി അങ്ങ് പോകും. ഇതിപ്പം നമ്മൾ നേരെ കമ്പം ടൗണിലേക്ക് വരും. ഇനിയേ കമ്പം ടൗൺ എങ്ങനെ ഉണ്ട് വൈകുന്നേരം? ഇന്നൊരു ശകലം തിരക്ക് കുറവാന്ന് തോന്നുന്നല്ലേ? എന്നാലും ഉറുമ്പുകളെ പോലെയാ. പിന്നെ ആളുകളോ? ആളുകൾ ഇങ്ങനെ പൊക്കോണ്ടിരിക്കല്ലേ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ. ലെഫ്റ്റ് നിറച്ച് പൂക്കടകൾ കണ്ടോ? ലെഫ്റ്റ് റൈറ്റിലും ഉണ്ട്. എന്ത് വാഴക്കാ കായ നോക്കി വെച്ച് കണ്ടോ എത്ര പേരാ പോന്നേന്നുണ്ടോ? അതിന്റെ തൊറ്റ ചേട്ടനല്ലാതെ വേറെ ആരും ഹെൽമെറ്റ് വെച്ചിട്ടില്ല. ഇവിടെ അങ്ങനെയാടാ. ഇവിടെ എങ്ങനെയാണെന്നറിയാവോ, ചെക്കിങ്ങിന് ഒരു ടൈമുണ്ട്.
ആ സമയത്ത് മാത്രമേ പോലീസുകാർ ചെക്ക് ചെയ്യുന്ന സമയത്ത് ഇവർ കിട്ടുകയാണെങ്കിൽ അന്നേരം ഫൈൻ അടിക്കും. ഞാൻ മുമ്പേ പോലീസുകാരെ ഹെൽമെറ്റ് വെക്കാതെ പോകുന്നത്. അതാ പറഞ്ഞ ഹെൽമെറ്റ് വെക്കുന്നതേ പോലീസുകാരെ കാണിക്കാനും ചെക്കിങ്ങിനും വേണ്ടിട്ട് മാത്രമല്ല, നമ്മുടെ സേഫ്റ്റിക്ക് വേണ്ടിയിട്ടാണ്. നമ്മുടെ സേഫ്റ്റിക്ക് വേണ്ടിയിട്ടും എന്തെങ്കിലും പക്ഷെ ഇവിടെ എന്നാ അറിയാം, ഇവിടെ അങ്ങനെ ഈ എല്ലാരും കുത്തിക്കയറ്റിയൊക്കെ കൊണ്ടുപോകുന്നുണ്ടെങ്കിലും അങ്ങനെ വലിയ കാര്യമായ ആക്സിഡന്റുകളൊന്നും സംഭവിക്കുന്നില്ല. എല്ലാരും നോക്കിയൊക്കെ പോകുന്നത്. അവരതിനകത്ത് എക്സ്പീരിയൻസ്. പിന്നെ വേറെ കാര്യം എന്താണെന്ന് വെച്ചാൽ ഇവിടെ അങ്ങനെ ഈ പറഞ്ഞില്ലേ, ഈ ചെക്കിങ് നടക്കുന്ന സമയത്ത് കിട്ടിയാൽ മാത്രമേ ഫൈൻ അടിക്കുന്നുള്ളൂ. അല്ലാതെ ഇതിനു വേണ്ടിയിട്ട് മാത്രം ഇറങ്ങി നിന്ന് അങ്ങനെ ഫൈൻ അടിക്കുന്ന പരിപാടിയൊന്നുമില്ല. ഏതാ അതുകൊണ്ട് ആൾക്കാര് അങ്ങനെ അങ്ങ് പോകുന്നു. പിന്നെ നമ്മുടെ അവിടുത്തെ പോലെ അല്ല ഇവിടുത്തെ സ്ഥലത്തിന്റെ കിടപ്പ്. അതെ, അവിടെ മുഴുവൻ ചെരിഞ്ഞ പ്രദേശങ്ങളും കുന്നും മലയൊക്കെ ഇല്ല. ഇവിടെ നിരപ്പല്ലേ റോഡും. അവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതുമല്ല, ആൾക്കാർ ഒരു മിനിമം സ്പീഡിലൊക്കെയാ പോകുന്നതെങ്കിൽ കുഴപ്പമില്ല. അങ്ങനെയല്ലോ, അവിടെ എല്ലാരും നല്ല റോഡ് കാണുമ്പോഴത്തേക്കിനും അങ്ങ് നല്ല സ്പീഡിൽ അങ്ങ് പോകും. അത് കാണാതെ കിടന്നിട്ട് കാണുന്നോണ്ടല്ലോ. അതെല്ലേ. ഞങ്ങള് കമ്പം മാർക്കറ്റിൽ വന്ന് കയറി. സന്ധ്യാസമയമൊക്കെ ആയതുകൊണ്ട് നല്ല തിരക്കുണ്ട്. ചൊവ്വാഴ്ച വൈകുന്നേരം ചന്തയുടെ സമയമായി കഴിയുമ്പോഴത്തേക്കിനും എനിക്ക് തോന്നുന്നു ഈ അടുത്ത പ്രദേശത്ത് കേരള ബൗണ്ടറിയിലുള്ള ആളുകൾ മുഴുവൻ ഇവിടെ ഉണ്ട്. നമ്മളിവിടെ തന്നെ വന്നപ്പോൾ പരിചയത്തിലുള്ള ഒത്തിരി പേരുണ്ട് ഇവിടെ. അവരെല്ലാം ഇവിടുന്ന് സാധനം വാങ്ങിച്ചുകൊണ്ട് പോകുന്നത്. മുളക് 200 രൂപ കിലോ. നല്ല മുളകല്ല. ഇനി എങ്ങോട്ടാ പോകുന്നതിന് വല്ല പിടുത്തം കിട്ടിയോ? ഇല്ല. മാർക്കറ്റിലൊക്കെ കേറിയില്ലേ? ആ പിന്നെ ഒരു കാര്യം ചെയ്യാം, നമുക്കേ നമ്മുടെ പെടലി ഒന്ന് കൊണ്ടാ കാണിച്ചിട്ട് വരാം. അത് കാര്യം ഞാൻ അങ്ങ് മറന്നുപോയായിരുന്നു. അത് എനിക്കല്ലേ വേദന, നിനക്കല്ലല്ലോ. അതുകൊണ്ടായിരിക്കും. അപ്പൊ നമുക്ക് അതും കൂടെ പോയി ഒന്ന് കണ്ട് അത് വഴി അങ്ങ് പോയേക്കാം. പെടലിക്ക് എന്നാ പറ്റിയെന്ന് നോക്കിട്ട് പോവാ അല്ലേ? പെടലിയൊക്കെ ശരിയായോ വെച്ചേ? കുഴപ്പമില്ല. ഇപ്പൊ ഇട്ട്. സന്തോഷം. എന്തായാലും പോവില്ല, നമുക്ക് വല്ലതും കഴിക്കാനും കൂടെ വാങ്ങിച്ചേക്കാം. എന്തായാലും സമയം ഇത്ര ആയി. എനിക്ക് മനസ്സിലായി. ചമ്പീസ് ആയതുകൊണ്ട് നിനക്ക് ഇവിടുന്ന് പൊറോട്ട വേണമെന്നല്ലേ നീ പറയുന്നത്? അതെ. അല്ലെങ്കിൽ കമ്പത്ത് വന്നു കഴിഞ്ഞാൽ 2 പൊറോട്ട വാങ്ങിച്ചോണ്ട് പോയില്ലേ ഒരു സമാധാനം ഇല്ലല്ലേ? നമുക്ക് ഇവിടുന്ന് വാങ്ങിച്ചോണ്ട് പോയത്. എല്ലാ പ്രാവശ്യം ഞാനല്ലേ പോയി സാധനം വാങ്ങിച്ചോണ്ട് വരുന്നത്. നിനക്ക് പോകാൻ അറിയാവുന്ന നോക്കട്ടെ. അവിടെ ചെന്നേച്ചേ ഒരു 10 പൊറോട്ട പാഴ്സൽ എന്ന് പറയാം. അപ്പൊ അവര് പൊറോട്ടയും അതിന്റെ ഗ്രേവി എല്ലാം കൂടെ പാഴ്സൽ എടുത്ത് തരും കേട്ടോ. ഞാൻ ശ്വാസം അടക്കി പിടിച്ച് നീങ്ങുകയാണ്. 10 പൊറോട്ട പാഴ്സൽ. അത് പൊതു. ഞങ്ങളിപ്പോ വന്ന വഴി ദാഹിച്ചിട്ട് കഴിച്ചു കുടിക്കാൻ നിർത്തിയതാ കേട്ടോ. എങ്ങനെ ഉണ്ടായിരുന്നു കുഞ്ഞി കരിക്ക് കുടിച്ചിട്ട്? കൊള്ളായിരുന്നു. സൂപ്പർ കരിക്കാണോ? നല്ല മധുരം ഉണ്ടായിരുന്നു അല്ലേ? അത് വെട്ടി അതിനകത്തേം കൂടെ കഴിച്ചോ. അപ്പൊ നീ ഇത് കഴിച്ചു കഴിഞ്ഞാൽ നിനക്ക് പൊറോട്ട തിന്നാനായിട്ട് കിട്ടത്തില്ല കേട്ടോ. വയറ് നിറയും. വയറാസാരമില്ല. അയ്യോ, അച്ഛൻ നമ്മളെ ഇവിടെ കൊണ്ട് ഇറക്കി വിട്ടതേ. അച്ഛൻ സ്ഥലം വിട്ടു. അച്ഛക്ക് ചേട്ടാച്ചനും കരിക്ക് വാങ്ങിച്ചിട്ടുണ്ട്. അച്ഛക്ക് ആരാണ്ടെ കാണാനുണ്ടെന്നും പറഞ്ഞോണ്ട് അച്ഛ സ്ഥലം വിട്ടു. കുഞ്ഞേ, സാധനങ്ങളെല്ലാം പെറുക്കി അടുക്കി വെച്ചോ. ഞാനേ അപ്പത്തിന് അരി അരയ്ക്കാൻ പോവാ. നാളത്തേക്കുള്ള അരി അരച്ച് വെക്കട്ടെ. നാളെ അപ്പോ കിഴങ്ങ് കറി വെച്ചാലോ?
കള്ളപ്പം ഉണ്ടാക്കുന്ന കള്ളപ്പം. കള്ളം കള്ള് ഞാൻ ഉണ്ടാക്കിയതാ. തേങ്ങാവെള്ളത്തിനകത്ത് ഒരു ശകലം ഈസ്റ്റും പഞ്ചസാരയും കൂടി ഇട്ട് വെച്ചിട്ട് അങ്ങനെ. അല്ലാതെ കള്ള് കിട്ടാനില്ലല്ലോ നമുക്ക്. അതുകൊണ്ട് രാവിലെ ചമ്മന്തിപ്പൊടി ഉണ്ടാക്കാനായിട്ട് കുറേ തേങ്ങ വേണമായിരുന്നു. അപ്പോൾ കുറേ തേങ്ങാവെള്ളം കിട്ടി. അല്ല, കുറേ തേങ്ങാവെള്ളം കിട്ടിയതുകൊണ്ട് അതിനകത്ത് ഞാനൊരു കുറച്ച് ഈസ്റ്റും പഞ്ചസാരയും കൂടി ഇട്ട് രാവിലെ വെച്ചു. അപ്പോൾ കള്ളായില്ലേ. നാളെ നമുക്ക് കള്ളപ്പം ഉണ്ടാക്കാം. 10 രൂപയുടെ പാവയ്ക്ക കണ്ടിട്ടാ. ഒരു പാവയ്ക്കയ്ക്ക് 1 രൂപയായുള്ളൂ അല്ലേ? ഒന്നായില്ല. 10 രൂപയ്ക്ക് 11 പാവയ്ക്ക കിട്ടി. അതിങ്ങനെ നേരെ സന്ധ്യ ആയപ്പോഴത്തെ ഇങ്ങനെ വാരി വെക്കും. പക്ഷേ നല്ലപോലെ വിളഞ്ഞ പാവയ്ക്ക. ഈ കറുത്ത പാവയ്ക്കൊക്കെ കയ്പില്ല. നല്ല പാവയ്ക്ക വിളഞ്ഞതാ, ഇച്ചിരി ചെറുതാന്നേ ഉള്ളൂ. 10 രൂപയുടെ ചീര. കുഞ്ഞേ, അച്ചമ്മച്ചി കാര്യമായിട്ട് ചേനയും ചേമ്പും ചീനിക്കിഴങ്ങും എല്ലാം വാങ്ങിച്ചിട്ടുണ്ട്. നാളെ തൊട്ട് ഓരോ പുഴുക്കാ കേട്ടോ. ചേമ്പ് പുഴുങ്ങിയത്, ചേന പുഴുങ്ങിയത്. എനിക്ക് നാളെ കൂട്ടുകറി ഉണ്ടാക്കണം. ആഹാ, അതിന് ഏത്തക്കായും കൂടെ. ഏത്തക്ക ഇരിപ്പുണ്ടല്ലേ? ഏത്തക്ക ഇരിപ്പുണ്ടല്ലോ. അതിന് ചേനയും ചേമ്പും ഏത്തക്കായും 2 കടലയും. തരംതിരിച്ചു വെക്കുവാണോ? എല്ലാം തരം തിരിച്ച് ഓരോ കവറിലാക്കി ഫ്രിഡ്ജിൽ വെക്കുക. അപ്പോൾ കുറേ ദിവസം കേടാകാതിരിക്കും. 20 രൂപയുടെ വെണ്ടയ്ക്ക ഉണ്ടോ? ഇനി 1 കിലോ വെണ്ടയ്ക്ക 20 രൂപ ഉള്ളായിരുന്നേ. നല്ല പിഞ്ച് വെണ്ടയ്ക്ക. ഏറ്റവും വിലക്കുറവ് ഇവിടെ ആയിരിക്കും അല്ലേ? എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് വെണ്ടയ്ക്ക മെഴുക്ക് വരട്ടി. എനിക്ക് വെണ്ടയ്ക്കായും തക്കാളിയും കൂടെ തീയൽ വെക്കുന്ന ഇഷ്ടമാണ്. വറുത്തരച്ച് തീയൽ വെക്കണം. ഈ മാങ്ങ നല്ലപോലെ മൂത്തില്ല. കാണുമ്പോ തന്നെ തിന്നാൻ തോന്നുന്നുണ്ട്. എടുത്തോ ചെത്തിക്കോ. ഉപ്പും മുളക് ഇട്ടോ. അതെ അതെ അതെ, വായു വെള്ളം വരുന്നു കണ്ടിട്ട്. നല്ല കാന്താരിയും വെച്ച് ചമ്മന്തി അരയ്ക്കാം. വേണ്ട വേണ്ട വേണ്ട. പിന്നെ ചമ്മന്തിയൊന്നും ഇല്ല, തിന്നാൻ മതി. അത് ശരി. ഞാൻ ചമ്മന്തി അരയ്ക്കാൻ നിന്നുണ്ടായിരുന്നു. ചമ്മന്തി അരയ്ക്കാൻ മാങ്ങ കിട്ടിയിട്ട് വേണ്ട അല്ലേ? അതെ അതെ. മുളക് ഇട്ട മാങ്ങ എനിക്ക് മാത്രം. നല്ല സൂപ്പർ. അതുണ്ടോ? കഴിച്ചോ. വേണം. ഉപ്പും മുളക് ഇട്ട മാങ്ങ വേണേ ഇങ്ങോട്ട് വാ, തിന്നിട്ട് പോ. ഞങ്ങൾ ഫുഡെല്ലാം കഴിച്ചു, കിടക്കാറായി. ഇനി പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം.